എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ പാലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ. ഇതിപ്പോൾ ഞാൻ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. നല്ലപോലെ നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാലാണ്. നമ്മൾ അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാലാണെങ്കിൽ നല്ല ഫുൾ ഫാറ്റ് ആയിട്ടുള്ള പാൽ വാങ്ങിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അതിന് നമ്മൾ അരിച്ചെടുത്തിട്ട് അടപ്പിൽ വെക്കുകയാണ്. നമ്മൾ അടപ്പിൽ വെക്കുമ്പം പാത്രം എടുക്കുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽപ്പൊടിയാണ് കേട്ടോ. ശുദ്ധമായിട്ടുള്ള പാൽപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഒരു പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അത് ചെറുതായിട്ട് വറ്റി വരുന്നുണ്ട്. ആ വറ്റി വരുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ സൈഡൊക്കെ നല്ലപോലെ പാട ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കണം. എന്നിട്ട് നല്ലപോലെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലപോലെ പറ്റി വരട്ടെ. പറ്റി വരുമ്പോൾ തന്നെ ഈ ഒരു ശുദ്ധമായിട്ടുള്ള ഈ ഒരു പാലിൻ്റെ പ്യുവർ വൈറ്റിൽ നിന്ന് അതിനൊരു ചെറിയൊരു യെല്ലോ കളർ വരുന്ന കാണാം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത്. കുറേ സമയം എടുത്ത് ചെയ്യുന്ന ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു പാൽപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് പാല് നല്ലപോലെ തിളയ്ക്കുന്ന വരെ തീ ഒന്ന് കൂട്ടിയിടാം. അതിനുശേഷം പാല് തിളച്ചതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാനും വേണ്ടി. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെച്ചാൽ കോൺഫ്ലവർ ആണ്. അന്നേരം ഈ എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാല് 1/2 ലിറ്റർ താഴെയായിട്ട് ആ ഒരു കളർ മാറി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതുപോലെ പാലൊന്ന് ഇളക്കി കൊടുക്കുക. കോൺഫ്ലവർ നമുക്ക് 1 അല്ലെങ്കിൽ 2 സ്പൂൺ അളവിൽ ഒരു കുഞ്ഞു ബൗളിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പാല് നമുക്ക് ആ ഒരു കോൺഫ്ലവറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്യുമ്പം ചിലപ്പം കട്ട സാധ്യത കൂടുതലാണ്. കാരണം ഈ ഒരു കോൺഫ്ലവർ ഈ ഒരു ചൂട് പാലോട്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ടയായിപ്പോവും. അങ്ങനെ കട്ടാണ്ടിരിക്കാനും വേണ്ടി നല്ലതുപോലെ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എന്നിട്ടും കട്ട കെട്ടുകയാണെങ്കിൽ നമുക്ക് ഒന്നൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക, അല്ലെങ്കിൽ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ട് കട്ടിയില്ലാണ്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നല്ലപോലെ ഒട്ടും കട്ടയൊന്നും കെട്ടാണ്ട് ആ ഒരു കോൺഫ്ലവറും പാലും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് കുറേശ്ശെയായിട്ട് ഈ ഒരു പാലിലോട്ട് ഒഴിച്ചു കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ചിടുക. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കെട്ടാത്ത രീതിയിൽ നമുക്കിതുപോലെ ഇങ്ങനെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല കിടിലൻ ടേസ്റ്റുള്ള നമുക്ക് മിൽക്ക് പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇത് ഈ രീതിയിൽ തന്നെ ഈ ഒരു സമയത്ത് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. മധുരം ഒന്നും ചേർത്തിട്ടില്ല. ഈ ഒരു പാലൊക്കെ നല്ലപോലെ പറ്റി വരുമ്പം നല്ലൊരു മണമാണ് കേട്ടോ. പ്രത്യേകം ഒരു കാര്യം പറയാം, വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കാവൂ. കാരണം ഇത് പിന്നെ നമുക്ക് പാൽപ്പൊടിയായിട്ടൊന്നും കിട്ടില്ല. ഈ ഒരു സമയത്ത് തന്നെ അവരിങ്ങനെ ആ ഒരു ടേസ്റ്റും ആ ഒരു മണവും നമ്മളെ പിടിച്ച് നിർത്തത്തില്ല. കാരണം നമ്മൾ ചെറുതായിട്ട് ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് തന്നെ വീണ്ടും ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തോന്നി കേട്ടോ. കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്വസ്ഥമായിട്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം. ഇത് നമ്മൾ ഒരു പരുവത്തിൽ പറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവല്ല, നല്ലതായിട്ട് ആ ഒരു പാനിൽ നിന്ന് ഈ പാല് വിട്ട് വരണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഭാഗം. സൈഡൊക്കെ നല്ല പോലെ കണ്ടോ കട്ട പിടിച്ചിരിക്കുന്ന കേട്ടോ. അന്നേരം ആ ഒരു കട്ട പിടിച്ചിരിക്കുന്നതിന് ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മിൽക്കി ബാറൊക്കെ കഴിക്കാറില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ പ്യുവറായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഇതിൽ പഞ്ചസാര ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. ഈ ഒരു പരുവത്തിൽ ലേശം പഞ്ചസാരയും കൂടി ചേർത്ത് തന്നെ കറക്റ്റായിട്ട് മിൽക്ക് മെയ്ഡ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കുന്ന വീഡിയോ അല്ല, മിൽക്ക് പൗഡറാണ് നമ്മൾ തയ്യാറാക്കുന്നതല്ലോ. അതിനെ കുറച്ചും കൂടെ നല്ലപോലെ വറ്റി വരട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തീ വളരെ കുറച്ചിടുക. കെട്ടാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പാൽപ്പൊടിക്ക് എന്തോരം പൈസയാണ് അല്ലേ. ഇതിപ്പോൾ 1 ലിറ്റർ പാലിന് നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് 60 രൂപയാണ്. ഒരു 60 രൂപ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ. 60 രൂപയുടെ പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പാൽപ്പൊടി തയ്യാറാക്കി എടുക്കാൻ ചെയ്യാം. ഒരുപാട് വിഭവങ്ങൾ പാൽപ്പൊടി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അന്നേരം നമ്മൾ ആ ഒരു പരുവം കറക്റ്റായിട്ടില്ല, എന്നാലും ഒരു പകുതി മുക്കാലൊക്കെ ആയിട്ടുണ്ടോ. അതൊരു പാനിൽ നിന്ന് തണ്ടി ഇതുപോലെ വിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടെ ആ ഒരു പാല് വറ്റി വരണം. കുറച്ച് സമയം മെനക്കെട്ടാൽ എന്താ, നല്ല ശുദ്ധമായിട്ടുള്ള പാൽപ്പൊടി നമുക്ക് കഴിക്കാനും പറ്റും. യഥാർത്ഥത്തിൽ പാൽപ്പൊടിയുടെ ടേസ്റ്റ് ഇതാണെന്നുള്ളതാണ് സത്യം കേട്ടോ. അന്നേരം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതല്ല. ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാൽപ്പൊടിക്ക് പ്യുവർ വൈറ്റ് കളറാണ്. പക്ഷേ നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പാല് വെച്ചിട്ട് ഉണ്ടാക്കുന്ന പാൽപ്പൊടിക്ക് കണ്ട് ഇതുപോലുള്ള കളറാണ് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. അതിനും ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൽ വേറൊന്നും തന്നെ ചേർക്കേണ്ട. കോൺഫ്ലവറിൻ്റെ 2 സ്പൂൺ അല്ലെങ്കിൽ 1 സ്പൂൺ പൗഡറിനകത്ത് മിക്സ് ചെയ്ത് ആ ഒരു മിക്സിങ് മാത്രമാണ് ഇതിൽ ചേർത്തേക്കുന്നത്. പിന്നെ മൊത്തം പാലാണ്. നല്ല പോലെ അത് കറക്റ്റ്
കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മധുരം പോലും ഞാൻ ചേർത്തിട്ടില്ല. അത് ഇത് തന്നെ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അത് നമ്മൾ പാൽപ്പൊടി ഉണ്ടാക്കുന്ന മറന്നു പോകും. അന്നേരം നമുക്ക് ഇതൊന്ന് തണുത്ത് വരട്ടെ. അന്നേരം നമുക്കിതിനെ പാത്രത്തിലോട്ട് മാറ്റാം. ഒരുപാട് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ പാൽപ്പൊടി ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്നവരാണ് മിക്ക ആൾക്കാർ. അത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് ഈ ഒരു മിക്സിങ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ ഇതുപോലെ പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഇതിനെ നല്ല പോലെ നമുക്ക് വെയിൽ കൊള്ളിപ്പിക്കണം. വെയിൽ കൊള്ളിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള ദിവസമാണെങ്കിൽ ഒരു 4 ദിവസത്തെ വെയിൽ കൊണ്ടാൽ മതി. ആദ്യത്തെ 2-3 ദിവസം നമ്മൾ കൂടെ തന്നെ ഒന്നൊരു ശ്രദ്ധ വേണം. അല്ലെങ്കിൽ മുകളിൽ എന്തെങ്കിലും ഒന്ന് ഇട്ട് വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു മണം കാരണം ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഇത് പെട്ടെന്ന് മറ്റ് ജീവികൾ ഇതെടുത്തുകൊണ്ട് പോകാനും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ ഒരു ശ്രദ്ധ വേണം അതിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് മൂടിയിട്ട് വേണം വെയിൽ കൊള്ളിക്കാനും വേണ്ടി. അന്നേരം വല എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഇതിപ്പോൾ 3-4 ദിവസത്തിന് ശേഷം നല്ല പോലെ വെയിലൊക്കെ കൊണ്ടിട്ട് കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ചായ ഇടാനൊന്നും പറ്റില്ല, പാൽപ്പൊടി ഒന്നും പറയാൻ പറ്റില്ല. ഇതിനെ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ എണ്ണയൊന്നും തേച്ചിട്ടില്ലായിരുന്നു ഈ ഒരു പാത്രത്തിൽ. അല്ലാതെ തന്നെ ഇങ്ങനെ വിട്ട് വരും നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഇതിനെ നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് ഓടിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കും. ഇപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിനകത്ത് കൊള്ളാവുന്നതേ ഉള്ളൂ. നമ്മൾ 1 ലിറ്റർ പാൽ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള പാൽപ്പൊടിയാണ് ഇവിടെ മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. നല്ല പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിന് നമ്മൾ പഞ്ചസാരയും ഒന്നും തന്നെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് പൊടിക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു കുഞ്ഞു ബൗള് 1/4 നമുക്ക് ശുദ്ധമായിട്ടുള്ള പാൽപ്പൊടി നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ ഒറിജിനൽ പാൽപ്പൊടിയുടെ കളറ് ഈ ഒരു കളറാണ് കേട്ടോ. നമ്മൾ വാങ്ങിക്കുമ്പം പാൽപ്പൊടിയുടെ കളർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് വരും. പക്ഷേ നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങിക്കുന്ന പശുവിൻ്റെ പാൽ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള പാൽപ്പൊടി ഇത് ഈ ഒരു കളറിലാണ് കിട്ടുന്നത് കേട്ടോ. നമ്മുടെ വെണ്ണയുടെ ഒക്കെ കളറ് ഒരു മഞ്ഞ കളർന്നിട്ടുള്ള ഡാർക്ക് മഞ്ഞ കളർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിങ്ങനെ ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതിനെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റാണ് ഈ ഒരു പാൽപ്പൊടിക്ക് കേട്ടോ. നമുക്കിത് വെച്ചിട്ട് ചായ ഇടാം. പാൽപ്പൊടി ഇങ്ങനെ നിർത്താണ്ട് തിന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അന്നേരം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചൂട് തേയില വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം നമ്മൾ പാൽപ്പൊടി ഇട്ട ഉടനെ അത് നന്നായിട്ട് കലങ്ങണം എന്നില്ല, നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ ചായ റെഡിയാക്കി ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ ആറ്റി പതിപ്പിച്ചിട്ടുള്ള ചായയാണ് കേട്ടോ. അത് നമുക്ക് കിടിലൻ പാൽപ്പൊടി വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ തന്നെ തയ്യാറാക്കിയിട്ടുള്ള പാൽപ്പൊടി വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ചായയാണ്. അസാധ്യ ടേസ്റ്റാണ്. പാൽപ്പൊടി കൊണ്ടിട്ട് ഒരുപാട് വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ 60 രൂപയ്ക്ക് 1 ലിറ്റർ പാൽ വെച്ചിട്ടാണ് ദാണ്ട് ഇത്രത്തോളം പാൽപ്പൊടി തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മൾ സാധാരണ 60 രൂപയ്ക്ക് പാൽപ്പൊടി വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടുമെന്നുള്ളത് സ്ഥിരമായിട്ട് പാൽപ്പൊടി വാങ്ങിക്കുന്നവർക്കറിയാം. അന്നേരം നമുക്കടെ ആവശ്യത്തിനനുസരിച്ച് കഴിക്കുകയും ചെയ്യാം. ഇത് വെച്ചിട്ട് പല പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. നമ്മുടെ ഒരു കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.